Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, Andrea. Good evening, Reshma. Yeah. Yeah. Good evening, Andrea. Hello. Class start ചെയ്യാം. ഹിമ. ആൽഫ ശരൺ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. ബ്ലാക്ക്ബെറി. ക്ലിയർ മാം പറയുന്നത് ക്ലിയർ ആണ്. വിട്ട് പോവാണ്. Clear ആണ്. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തോളൂ. ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ടായിരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Yes, ma'am. കേൾക്കാം മാം. Ma'am. ഓക്കെ 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 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് പ്രയർ ആണ് ഇന്ന് പ്രയർ. ബ്ലാക്ക്ബെറീസ്, ആർ യു റെഡി? ബ്ലാക്ക്ബെറീസ്. റെഡിയാണോ പ്രയറിന്? ഞാൻ പറയാം. ഓക്കെ ഓക്കെ. Dear God, I am very thankful to you giving me such a wonderful life because I see your arts in nature. I am listening the sounds you created in nature. I am trying to understand your thoughts that I feel it. And I'm inhaling the smell of the nature. You assign me to all these works of art.
I will always be lucky. Once again, I'm very thankful to you, dear God. Thank you. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്? ഏതായിരുന്നു? Repetition. നമ്മള് റിപ്പീറ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ? ഹാബിറ്റ്സ്, എങ്ങനെയാണ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് റിപ്പീറ്റേഷനിലൂടെയാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഡെവലപ്മെന്റ് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് 3 സ്റ്റേജസിലൂടെയാണ്. ഓക്കെ, 3 സ്റ്റേജിലൂടെയാണ് ഒരു കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, കേൾക്കുന്നില്ലേ? Yes, ma'am. ഓക്കെ. അപ്പോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫിസിക്കൽ ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് വളർച്ച. ഓക്കെ. ഫിസിക്കൽ ചേഞ്ചസ് ആണ് അല്ലെ ഗ്രോത്ത്. നമുക്കൊരു കുട്ടിയെ കണ്ടാൽ ആ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുമോ? ആൽഫ, ഒരു കുട്ടി ഒബ്സർവ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ആരിഫ, Yes, ma'am. തിരിച്ചറിയാൻ കഴിയുമോ? ഏജ് മനസ്സിലാക്കി അതിന് എത്ര വെയിറ്റ് വേണോ ഹൈറ്റ് വേണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ആ കുട്ടിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ സൈസ് കണ്ടിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് അല്ലേ? അതെ അതെ. ഡെവലപ്മെന്റ് അങ്ങനെ പോസിബിൾ ആണോ? നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണോ ഡെവലപ്മെന്റ്? അല്ല. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ചേഞ്ചസ് ആണ്. നമ്മൾ ഗ്രോത്ത് പറഞ്ഞു, ഫിസിക്കൽ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വെയിറ്റ് നോക്കി അല്ലെങ്കിൽ സൈസ് നോക്കി ഹൈറ്റ് മെഷർ ചെയ്തിട്ട് നമുക്ക് പറയാം ആ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെഷറബിൾ ആണോ? മെഷറബിൾ അല്ല. മെഷർ ചെയ്തിട്ട് നമുക്ക് ഒരു കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, മോണ്ടിസോറി പറയുന്നു. ഓക്കെ, അപ്പോ എന്തൊക്കെ ഡെവലപ്മെന്റ് നമുക്ക് പറയാൻ പറ്റും ഒരു കുട്ടിക്ക്? എന്തൊക്കെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഒരു കുട്ടിയില്? പറയൂ, ബ്ലാക്ക്ബെറീസ്. എന്തൊക്കെ ഡെവലപ്മെന്റ് ആയിരിക്കാം ഒരു കുട്ടിയിൽ സംഭവിക്കുന്നത്? ഫ്രം ബർത്ത് ടു അഡൾട്ട് ഡെവലപ്മെന്റ്. എന്താ ദീപ്തി? ഡിസിപ്ലിൻ. ഓക്കെ, പിന്നെ Mental. ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ലേ? ഒരു ശാരീരിക വളർച്ച. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ലേ? അവന്റെ തിങ്കിങ് കപ്പാസിറ്റി കൂടുന്നില്ലേ? അവൻ 1 വയസ്സിൽ ചിന്തിച്ച പോലെ ആയിരിക്കുമോ ഒരു 10 വയസ്സിൽ ചിന്തിക്കുന്നത്? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ? Yes, ma'am. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം? കോൺസെൻട്രേഷൻ. എന്താണ്? കുട്ടികളുടെ കോൺസെൻട്രേഷൻ. ചെറിയ കുട്ടികൾ കോൺസെൻട്രേഷന്റെ പവർ. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകാം? അവരുടെ മാനസിക വളർച്ചയിലും ശാരീരിക വളർച്ചയിലും വ്യത്യാസം വരാം. ശാരീരിക വളർച്ചയുണ്ട്, വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്? നിങ്ങളുടെ വീട്ടിൽ 1 വയസ്സുള്ള കുട്ടിയുണ്ട്, ഒരു 10 വയസ്സുള്ള കുട്ടിയുണ്ട്. അവർക്ക് നമ്മൾ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? ഇമാജിനേഷൻ പവർ ഡിഫറെന്റ് ആണ് അല്ലേ? അതിനുള്ള എബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? മെച്യൂരിറ്റി. മെച്യൂരിറ്റി. പിന്നെ വെരി ഗുഡ്. ഫോക്കസിങ്ങും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചില കാര്യങ്ങൾ. റെസ്പോൺസിബിലിറ്റി. ഓക്കെ, വെരി ഗുഡ്.
തിരിച്ചറിയാനുള്ള കഴിവ്. ഏജ് കൂടുന്തോറും എന്താണ്? ക്രിയേറ്റിവിറ്റി അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ഒക്കെ. ക്രിയേറ്റിവിറ്റി കൂടുന്നു അല്ലേ? വെരി ഗുഡ്. ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട് അവർക്ക് അല്ലേ? പിന്നെന്തൊക്കെയാണ്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലേ? സെൽഫ് ഡിസിഷൻ കൂടുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. പിന്നെ സെൽഫ് ഡിസിഷൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലേ? ഒരു വയസ്സിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ആയിരിക്കില്ല ഒരു 10 വയസ്സിലുള്ള കുട്ടിക്ക് ഉണ്ടാകുന്നത് അല്ലേ? അത് ഇംപ്രൂവ് ആവുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ any other point? രേഷ്മ any other point? സെൽഫ് നോളജ് ഉണ്ടോ? നോളജ് കൂടുന്നുണ്ട് കുട്ടിക്ക് അല്ലേ? പല കാര്യങ്ങളിലും അറിവ് കൂടുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? മോനിഷ is there. റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ്. എന്തോ? അവര് ലൈഫ് സ്റ്റൈലിൽ ഒരു വ്യത്യാസങ്ങൾ വരും. ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ബിഹേവിയർ അവരുടെ ചേഞ്ച് ലേണിംഗ് ആവുന്നുണ്ട്. കപ്പാസിറ്റി എങ്ങനെയാണ്? ഭാവനയില്ലേ ഇന്ന് ഭാവന? ലേണിംഗ് അത് കൂടുന്നുണ്ട്. പിന്നെന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം സംഭവിക്കുന്നത്? എൻവയോൺമെന്റൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ്. ഇമോഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സ്വന്തമായിട്ട് ഇന്റലിജൻസ്. അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കഴിവ്. ഷീജ കണ്ടിന്യൂ. ഷീജ എന്താ ഷീജ? മാം അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്. ഡിസിഷൻ മേക്കിംഗ് അല്ലേ? അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു കുറച്ചുകൂടെ അല്ലേ? അതെ അതെ. ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവ് നേടുന്നുണ്ട് അല്ലേ? അതെ മാം, അതെ. വേണം. പക്ഷെ 10 വയസ്സുള്ള കുട്ടിയെ നമ്മൾ അത്രയധികം ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാ മാം? ഹലോ, ക്ലിയർ ആയില്ല മാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട് കുട്ടി അല്ലേ? ഒരു വയസ്സുള്ള കുട്ടിയെ നമ്മൾ പല കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഹെൽപ്പ് ചെയ്യണം. പക്ഷെ 10 വയസ്സുള്ള കുട്ടിയെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട വേണ്ട. വേണ്ട. അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കുന്നു അല്ലേ? പല അറിവുകളും അവൻ നേടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ. ഓക്കെ. പിന്നെ തിങ്കിങ് കപ്പാസിറ്റി. 2 കുട്ടികള് ഡിഫറെന്റ് ഏജ് ആയിരിക്കില്ലേ? അവർക്ക് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? തിങ്കിങ് കപ്പാസിറ്റി, ബിഹേവിയർ ചേഞ്ച്. ഇളയാള് തിങ്ക് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മൂത്ത ആള് തിങ്ക് ചെയ്യുന്നത് അല്ലേ? ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അങ്ങനെയാണ് അല്ലേ? ഡിഫറെന്റ്, റൈറ്റ്? പിന്നെ എങ്ങനെയൊക്കെയാണ്? ബിഹേവിയർ, രണ്ടുപേരുടെയും ബിഹേവിയർ വ്യത്യസ്തമാണ്. രണ്ടുപേരുടെയും ബിഹേവിയർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി അത് പോയിന്റ്? കറേജ്. എന്തോ? റെസ്പോൺസിബിലിറ്റി. വെരി ഗുഡ്. റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ട് അല്ലേ? സെൽഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് കൂടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോ പല ഡെവലപ്മെന്റും ഒരു കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് ഇപ്പൊ മോണ്ടിസോറി പറയുന്നത് 3 സ്റ്റേജസിലൂടെയാണ് ഒരു കുട്ടിക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? റിപ്പീറ്റേഷൻ. ഫസ്റ്റ് സ്റ്റേജ് ആണ് റിപ്പീറ്റേഷൻ.
ഓക്കെ. അപ്പൊ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എത്ര സ്റ്റേജിലൂടെയാണ്? 3 3 സ്റ്റേജ്. സ്റ്റേജിലൂടെ. സ്റ്റേജിലൂടെയാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് റിപ്പീറ്റേഷൻ. ഓക്കെ. നമ്മൾ പറഞ്ഞൊരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലേ 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 ഒരു ആക്ഷൻ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഒരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഇന്നർ അർജ് ഉണ്ടായിരിക്കും. ഓക്കെ. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതൊരു ആക്ടിവിറ്റി ആയാലും അത് ചെയ്യാനായിട്ട് കുട്ടി ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം നിസിയ? എന്തൊക്കെ കാര്യങ്ങളാ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുമ്പോ, ആ ഒരു മെറ്റീരിയൽസ് കാണുമ്പോ അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുമ്പോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഒരു ടോയ്സ് സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കും? കളറ് ഇഷ്ടപ്പെട്ട കളറാണോ നോക്കും. കളർ നോക്കും അല്ലേ. അട്രാക്റ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ അവരെ സെലക്ട് ചെയ്യും അല്ലേ. പിന്നെ എന്തൊക്കെയായിരിക്കാം? സൗണ്ട്സ് ഉള്ളതല്ലേ. പിന്നെ ഷേപ്സ് നോക്കും അല്ലേ. പിന്നെ ഇതുവരെ കാണാത്ത ഒരു പുതിയൊരു ഐറ്റം ആണെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയാണ് അതല്ലേ ചാടി പിടിക്കുള്ളൂ അല്ലേ. ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ കാണാത്ത. അതെ. പിന്നെ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികള് ഒരു ടോയ്സ് വാങ്ങിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനെ നോക്കുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? അതിന്റെ കളർ നോക്കിയിട്ട് വാങ്ങിക്കും. പിന്നെ പിന്നെ എന്തൊക്കെ നോക്കും? അതിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തോ അഡ്വാൻസ്ഡ് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. ഫീച്ചേഴ്സ് ഉണ്ടോ നോക്കും. ഓക്കെ. ഈ രണ്ട് കാര്യം നോക്കി മാത്രമാണോ കുട്ടികൾ ടോയ്സ് സെലക്ട് ചെയ്യുന്നത്? കുട്ടികൾക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലും കണ്ടിട്ട് ഒരു ഇഷ്ടം അവരുടെ ഇൻട്രസ്റ്റ് നോക്കുമല്ലേ. അവർക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ്. ചിലപ്പോ ആൺകുട്ടികൾക്ക് ചിലപ്പോ ഇങ്ങനെ കാർസ് ബൈക്സ് അങ്ങനത്തെ ടോയ്സിനോടായിരിക്കും ഇഷ്ടം. പെൺകുട്ടികൾക്ക് ബാർബി പോലുള്ളതിനോടായിരിക്കും അല്ലേ. അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നോക്കും. റൈറ്റ്. പിന്നെ അതിന്റെ വലിപ്പം നോക്കും, എത്ര സൈസ് എത്രയുണ്ട്, വലിപ്പം നോക്കിയിട്ട് വാങ്ങിക്കും. അതെ, വെരി ഗുഡ് നസീം. ഓക്കെ. പിന്നെ പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കും? കൃഷ്ണ, എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കും ഒരു കുട്ടി ഒരു ടോയ്സ് വാങ്ങിക്കുമ്പോ? എന്തിന്റെയൊക്കെ ബേസിലായിരിക്കാം ആ കുട്ടി ആ ടോയ്സ് സെലക്ട് ചെയ്യുന്നത്? ഭംഗിയുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യും. കാണാൻ നല്ല ഭംഗി നോക്കും അല്ലേ. അതെ. പിന്നെ ഭംഗി പറഞ്ഞു, കളർ പറഞ്ഞു, പിന്നെന്തായിരുന്നു? സൈസ്, പിന്നെന്തായിരുന്നു? ഷേപ്പ്. ഷേപ്പ്. പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് കാണുന്ന കാർട്ടൂൺസിലുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ ആണെങ്കിൽ അവര് അത് സെലക്ട് ചെയ്യാൻ നോക്കും. കാർട്ടൂൺ ക്യാരക്ടേഴ്സിനല്ലേ. അതെ, വെരി ഗുഡ്. ഓക്കെ. കുട്ടികൾ ബാഗ് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ബാഗ്സ് ഒക്കെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഡോറയുടെ പടമുള്ളത് അല്ലെങ്കിൽ ബാർബിയുടെ പടമുള്ളത് അല്ലേ. അങ്ങനെയാണോ കുട്ടികള്? അയൺമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ അല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ നോക്കി വാങ്ങിക്കും അല്ലെ, സെലക്ട് ചെയ്യും. പിന്നെ അവരുടെ അഡ്വർടൈസ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഈ ടിവിയിൽ കാണുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് കുട്ടികൾ അതില് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അല്ലേ. ക്ലിയർ ആകുന്നില്ല പറയുന്നത്? ഉണ്ട് മാഡം. ഓക്കെ. അപ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടി ഒരു ടോയ്സ് സെലക്ട് ചെയ്യുമ്പോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലായില്ല? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെന്ന്?
ഓക്കെ. യെസ് മാം. അപ്പൊ ഇതേപോലെ മോണ്ടിസോറി എന്തോ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ മോണ്ടിസോറിയിൽ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ടായിരിക്കാം? അവന് ഇൻട്രസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണോ എന്ന് നോക്കും അല്ലേ? അവനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അല്ലേ? റൈറ്റ്. അവന്റെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ടാസ്ക് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവനൊരു ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമാണ് അവന് സെലക്ട് ചെയ്യുള്ളൂ അല്ലേ? കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട് അല്ലേ? അവർക്ക് ഓപ്ഷൻ ഉണ്ട്, ഫ്രീഡം ഉണ്ട് മോണ്ടിസോറിയില്. അത് ടേസ്റ്റിനനുസരിച്ചുള്ളതാണ് അവർ സെലക്ട് ചെയ്യുക. നിസിയ, സബീഹ. യെസ് മാം. ക്ലിയർ ആയില്ലടാ, എന്താ പറഞ്ഞത് സബീക്ക? കുട്ടിയുടെ ടേസ്റ്റിനനുസരിച്ചുള്ളതായിരിക്കും അവർ സെലക്ട് ചെയ്യാന്ന്. ക്ലിയർ ആയോ ആർക്കെങ്കിലും? ക്ലിയർ ആണ് മാം. കുട്ടിയുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കട്ട് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആവുന്നുണ്ട് മാം. ആവുന്നുണ്ട്. കേൾക്കുന്നില്ല. ഓക്കെ. അപ്പോ ഓക്കെ. അപ്പൊ പലതരം ഫാക്ടേഴ്സ് ആ കുട്ടിയെ ക്ലിയർ ആകുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല മാം, ക്ലിയർ ഇഷ്യൂ ആവുന്നുണ്ട്. ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കുട്ടി ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുമ്പോൾ പലതരം ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഓക്കെ. ഫോർ എക്സാമ്പിൾ കണക്ട് ദ ഡോട്ട്സ്. ഓക്കെ, അങ്ങനത്തെ ഒരു പസിൽ കേട്ടിട്ടില്ലേ? കണക്ട് ദ ഡോട്ട്സ്, ഡോട്ട്സിനെ കണക്ട് ചെയ്ത് ഫൈനൽ ഒരു പിക്ചർ കിട്ടുന്നത്. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് ഒത്തിരി അത് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? ഫെമിലിയർ ആണോ കണക്ട് ദ ഡോട്ട്സ് പസിൽ? ഓക്കെ. അപ്പൊ ഒരു കുട്ടി ഈ പസിൽ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് കുട്ടി പഠിക്കുന്നത്? ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് കണക്ട് ദ ഡോട്ട്സ് ആണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ആ കുട്ടി പഠിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം അവൻ ആ ആക്ടിവിറ്റി എടുക്കാൻ കാരണം, സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം? ആ പിക്ചർ ഏതാന്ന് എന്തൊക്കെ അറിയാനുള്ള കാര്യങ്ങളായിരിക്കാം? ആകാംക്ഷ. കൗതുകം ഉണ്ടായിരിക്കാം. എന്താണ്? ആ പിക്ചർ എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടായിരിക്കാം. അയ്യോ, ക്ലിയർ ആയില്ലായിരുന്നു. ആ ഫൈനൽ പിക്ചർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം അല്ലേ? വെരി ഗുഡ്. പിന്നെന്തായിരിക്കാം? ചിലപ്പോ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം അവനത് അല്ലേ? അതുകൊണ്ട് ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ എന്തൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കാം അവൻ ഇതിലൂടെ നേടുന്നത്? ഇപ്പൊ ചിലപ്പോ 1 to up to 10 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ A to Z വരെ ആയിരിക്കാം. അപ്പൊ അവൻ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ കണക്ട് നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ്. കംപ്ലീറ്റ് ചെയ്യുന്നത്? എന്തോ? നമ്പേഴ്സും ലെറ്റേഴ്സും. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു കുട്ടി? നമ്പേഴ്സ്, നമ്പർ ഓർഡർ പഠിക്കും. പറയൂ. ഓർഡർ പഠിക്കും. നമ്പേഴ്സും ലെറ്റേഴ്സും ഓർഡർ പഠിക്കും. ABC അങ്ങനെയുള്ള ഓർഡർ പഠിക്കും. മാമിനെ കേൾക്കുന്നില്ല. മാമിന് ബീന നമ്മൾ പറഞ്ഞത് പറയുന്നത് ക്ലിയർ ആയില്ല, കേൾക്കുന്നില്ലേ? ബ്രേക്ക് ആയിപ്പോയി. ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് മാം, മാമിനെ മാത്രമേ ക്ലിയർ ആവാതുള്ളൂ തോന്നുന്നു. ഓർഡർ പഠിക്കുമല്ലേ? നമ്പർ
ഇപ്പൊ 1 to up to 10 വരെ ആണെങ്കിൽ അവൻ നമ്പേഴ്സ് പഠിക്കും അല്ലേ. 1 ആഫ്റ്റർ നെക്സ്റ്റ് എന്താണെന്ന് പഠിക്കും അല്ലേ. 1 ശേഷം 2 ആണെന്ന് പഠിക്കും അല്ലേ. നെക്സ്റ്റ് 3 ആണെന്ന് പഠിക്കും. പിന്നെന്താണ് പഠിക്കുന്നത്? ആ പിക്ചർ ഏതാണോ അത് കൂടുതൽ ഫെമിലിയർ ആവും. കിട്ടുന്ന ഓർഡർ പിക്ചർ. പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ പഠിക്കും? എന്താ ചെയ്യാ? എടാ എനിക്ക് മാം ആ പിക്ചർ ഫെമിലിയർ ആവും. നിങ്ങൾ ഏതാണ് പറയുന്നത് കിട്ടുന്ന കേൾക്കുന്നില്ല, പിക്ചർ? ബ്രേക്ക് ആയി പോകുന്നു വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇത്രയും നേരം കേൾക്കുന്നില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് കുറെ ബ്രേക്ക് ആയി പോയെന്ന്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ആൽഫ കണ്ടിന്യൂ. ആൽഫ കേൾക്കാമോ മാം? പിക്ചർ ഫെമിലിയർ ആവും. നമ്പേഴ്സ് പഠിക്കും. നേരത്തെ പറഞ്ഞാല് ഓർഡർ പഠിക്കും ആ കുട്ടി. പിന്നെ എന്തോ നമ്മള് പറഞ്ഞു മാം ഭയങ്കര ഡിലേ ആയിട്ടാ മാമിനെ കേൾക്കുന്നത്. നല്ല ഞങ്ങൾ മഴയുണ്ട്, പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോ കുറെ അതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് മാം അത് കേൾക്കുന്നത്. തന്നെയാണോ? ഡിലേ ആവുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നത് ഡിലേ Yes, ma'am. ആയിട്ടാണ് അല്ലേ. ഓക്കെ ഓക്കെ, അതെ മാം. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. മാം കട്ടായി പോയോ? മാം പോയോ? മാം ലെഫ്റ്റ് ആയോ? മാം റീജോയിൻ ചെയ്യാനായിട്ട്. ആ അതായിരിക്കും. പോയിണ്ടാവും. എന്നെ എല്ലാവർക്കും വിശേഷം. നസീമ സുഖമായിട്ടിരിക്കുന്നു. നല്ല ഇപ്പൊ ക്ലിയർ വിശേഷം. ആവുന്നുണ്ടോ? ഡിസ്കണക്ട് ആയിപ്പോയി, സോ സോറി. ഓക്കെ മാം, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ പിന്നെ ഇതായിട്ട് പോകും, ബ്രേക്കപ്പ് ആവും. ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാരും മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? മ്യൂട്ട്. ശരണ്യ മ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ടാണ് മാം. എല്ലാരും മ്യൂട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ. ശരണ്യ മ്യൂട്ട് ചെയ്യാവോ? ശരണ്യ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഡിലേ ഉണ്ടോ? അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ടോ കേൾക്കാം വോയിസ്? മാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എന്തൊക്കെയാണ്? ഓക്കെ ഓക്കെ. അപ്പോ ഈ പസിൽ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടി പഠിക്കുന്നതെന്ന് അല്ലെ. ഏതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ഓർഡർ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ആ പിക്ചർ ഫെമിലിയർ ആകുമെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? ക്യൂരിയോസിറ്റി. നമ്പേഴ്സ് പഠിക്കും. ശരണ്യ മ്യൂട്ട് ചെയ്യാമോ? ശരണ്യ, ഞാൻ വിളിക്കാം. കോൾ യുവർ നെയിംസ് 1 by 1. ഓക്കെ, എല്ലാവർക്കും ചാൻസ് തരാം. ഹാരിഫ കണ്ടിന്യൂ. നമ്പേഴ്സ് ഓർഡർ ആയിട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. നമ്പേഴ്സ് പഠിക്കും. അത് മാത്രം പഠിക്കുന്നുള്ളോ? നമ്പർ മാത്രം പഠിക്കുന്നുള്ളോ? അല്ലെങ്കിൽ ലെറ്റർ മാത്രം പഠിക്കുന്നുള്ളോ? കോൺസെൻട്രേഷൻ ഉണ്ടാവൂലേ? വെരി ഗുഡ്. കോൺസെൻട്രേഷൻ ബിൽഡ് ആവുന്നുണ്ട്. പിന്നെന്താണ്? 2 ഡോട്ട്സിനെ മാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കും. പിന്നെ എങ്ങനെ ഹൗ ടു ഹോൾഡ് എ പെൻ അല്ലെങ്കിൽ ഒരു പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് പഠിക്കും. ഓക്കെ,
നോളജ് വർദ്ധിക്കുന്നു. എന്ത് വർദ്ധിക്കുന്ന പറഞ്ഞേ? നോളജോ? നോളജ് അറിവ് കൂടല്ലേ? നോളജ് ഇംപ്രൂവ് ആവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ പേഷ്യൻസ് പലതരം വർദ്ധിക്കുന്നു. പേഷ്യൻസ് നമുക്ക് കുട്ടികളാണ്, അപ്പോ സ്ലോ പ്രോസസ് ആയിരിക്കും അല്ലേ? നമ്മള് അഡൽട്ട് ചെയ്യുന്ന പോലെ മുതിർന്നവർ ചെയ്യുന്ന പോലെ ഒരു 5 to സെക്കൻഡിൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ദേ വിൽ ടേക്ക് ടൈം. അവർ സമയം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് പേഷ്യൻസ് വേണം അല്ലേ? ക്ഷമയുണ്ടായിരിക്കണം. പിന്നെന്താണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യണം. കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. ക്ലീൻ ആൻഡ് പിന്നെ നീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തോന്നും. അവർ ട്രൈ ചെയ്യും അങ്ങനെ ചെയ്യാനായിട്ട്, നീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെന്താണ്? നമ്മള് സ്റ്റാൻഡിങ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് പഠിക്കും കുട്ടികളല്ലേ? എന്താ ബ്ലാക്ക്ബെറീസ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നല്ല സ്കിൽസ് ഉണ്ടാവും ഇതിനെ കുറിച്ച് പഠിക്കാനുള്ള. അപ്പോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ ഇതിനെ കുറിച്ച് നല്ല സ്കിൽസ് ഉണ്ടാവും മാം പഠിക്കുന്നുണ്ട്. പഠിക്കാനായിട്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഈ ടൈമിൽ ആരാണ് ആക്ഷൻ സോങ്? ഓരോ ഷേപ്സ് പഠിക്കും. ഓക്കെ ശരണ്യ, ഷേപ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ സോങ് ആരാണ്? എല്ലാവരും കംപ്ലീറ്റ് ആയ ആക്ഷൻ സോങ്? ഷീബ ഞാനുണ്ടായിരുന്നമ്മ. ഞാനല്ല, ഷീജ. ഷീജ. ഓക്കെ. ഷീജ കണ്ടിന്യൂ. തുടങ്ങട്ടെ മാം? ഓപ്പൺ വീഡിയോ. ഓക്കെ. വീഡിയോ ഓപ്പൺ ആക്കൂ. ഓക്കെ. ഹായ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങട്ടെ. Hello, how are you? Hello, how are you? Hello, how are you? How are you today? I am fine. I am great. I am fine. I am great. I am fine. I'm very well today. I am hungry. I am tired. I am hungry. I am tired. I am hungry. I am tired. I'm not so good today. Hello, how are you? Hello, how are you? Hello, how are you? How are you today? Thank you, Miss. I am fine. How are you all? Thank you. ഓക്കെ, വെരി ഗുഡ്. കുറെയൊക്കെ എനിക്ക് മിസ്സായി പോയി. ഓക്കെ, വോയിസ് ബ്രേക്ക് ആയി, ക്ലിയർ ആയില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ? യെസ് മാം. ഓക്കെ. നല്ല ക്ലിയർ ഇനി ഉണ്ടായിരുന്നു. നല്ല വേറെ ക്ലിയർ ആരെങ്കിലും ആയിട്ട് ഉണ്ടോ? നല്ല എന്തോ നസീമ? നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും മാം. നന്നായിട്ട് കുട്ടികൾ പാടുന്നത് പോലെ ആക്ഷൻ സോങ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഷീജ, താങ്ക് യു. Thank you, dear. ഓക്കെ. എനിക്ക് ചില വോയിസ് ബ്രേക്ക് ആയി പോയായിരുന്നു. എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, എനിബഡി വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു ചാൻസ് കൂടെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ വേറെ ആക്ഷൻ സോങ് ഇതുവരെ ചെയ്യാത്തവര്? ഞാനുണ്ട് മാം. ഓക്കെ, ആർ യു റെഡി നൗ? റെഡിയാണോ? റെഡിയാണ്. ചെറുതാണ് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. സ്റ്റാർട്ട്. വീഡിയോ ഓൺ ആക്കിക്കോളൂ. ആക്ഷൻ ഒന്നുമില്ല, സോങ് മാത്രമേ ഉള്ളൂ. അതെന്താ ആക്ഷൻ ഇല്ലാത്തത്?
ആക്ഷൻ വേണം. ആക്ഷൻ സോങ്ങിന് ആക്ഷൻ ആക്ഷൻ വേണം. സോങ്ങിന് ആക്ഷൻ വേണ്ടേ? How children, how about we make a milkshake? Peel banana, chop chop banana, cut cut banana, shake shake banana, banana. I think മോള് പഠിപ്പിച്ചിരുന്ന പാട്ടാണ്. കഴിഞ്ഞോ സാബിക്ക? കഴിഞ്ഞു. അത് മോളുടെ പാട്ടാണ്. ഒക്കെ നന്നായിട്ടുണ്ട്. കുട്ടി പാടുന്ന പോലെ തന്നെ നന്നായി പാടി. വെരി ഗുഡ്. താങ്ക് യു. മിസ് പോയോ സബീക്കയുടെ സോങ് കേട്ടപ്പോ? പേടിച്ചു ഓടിയെന്ന് അറിയില്ല. ഓക്കെ, ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം ഈ ടാസ്ക്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകേണ്ടതാണ്. എല്ലാവരും കംപ്ലീറ്റ് ആയോ? ഇല്ല മാം, ഞാനുണ്ട്. ഇല്ല മാം. ഇപ്പൊ റെഡിയാണോ? ആ മാം. സോന, ആർ യു റെഡി? ഇപ്പൊ റെഡിയാണോ സോന? അല്ല മാം, ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഓക്കെ. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, സ്റ്റാർട്ട്. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ ഞാൻ പറയണത്? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. The 5 little fish. 5 little. The first one say the pool is full. The second one say. വീഡിയോ ഓൺ ആക്കാവോ? വീഡിയോ ഓൺ ആണ് മാം. ഓൺ ആണല്ലോ. ഓണാണോ? ഓണാണ്. ഓക്കെ. ഇപ്പൊ കാണാം. ായി നിക്കണ പോലെ ഉണ്ട് കേട്ടോ. എനിക്കും ക്ലിയർ ആവുന്നില്ല. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. Little fish swim. Continue. The first one say the pool is full. The second one say the pool is deep. The third one say I want to sleep. The fourth one say let's dip and dip. The fifth one say I see a ship. The fisherman go to come, the line goes flash. The 5 little fish swim away flash. ഓക്കെ, വെരി ഗുഡ്. ആക്ച്വലി എനിക്ക് വീഡിയോ ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ കണ്ടവരെ അഭിപ്രായം പറഞ്ഞു. എങ്ങനെയുണ്ട്? എനിക്കും ശരിക്കും കാണാൻ പറ്റിയില്ല മാം. ക്ലിയർ ആയിരുന്നു. നന്നായിട്ട് ചെയ്തോ? നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഒരു സോങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ് പറഞ്ഞ എപ്പോഴും ഒരു സോങ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ 40+ ആക്ഷൻ സോങ് ബൈ ഹാർട്ട് ചെയ്ത് ചെല്ലണം. അറ്റ്ലീസ്റ്റ് ഒരെണ്ണോ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഡെയിലി. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്? ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിക്ക് പല വിധത്തിലുള്ള അറിവുകൾ നേടുന്നുണ്ട്, പലതരത്തിലുള്ള നോളജ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് ഒരു അഡൽട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവൻ കോൺഷ്യസ് ആയിട്ടാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവൻ വല്ല ധാരണയുണ്ടായിട്ടാണോ അവൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഈ പിക്ചറാണ് ലഭിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ക്ലിയർ ആകുന്നില്ലേ? അല്ല. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ, എനിക്ക് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ റീസൺ ഇല്ല ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു ചെറിയൊരു കുട്ടിക്ക് പെർട്ടിക്കുലർ റീസൺ ഒന്നും വേണ്ട. ഓക്കെ, അവന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവനത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഒരു അഡൾട്ട് എങ്ങനെയാണ്? അവനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടായിരിക്കും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെ? സപ്പോസ് ഒരാള് ഡെയിലി ജിമ്മിൽ പോകുന്നു, അല്ലെ? അവനൊരു റീസൺ ഉണ്ട്, അയാൾക്കൊരു റീസൺ ഉണ്ട് ജിമ്മിൽ പോകാനായിട്ട്. ഒരു റീസൺ ഉണ്ട്. എന്തായിരിക്കാം? ചിലപ്പോൾ വെയിറ്റ് ലോസ് ആയിരിക്കാം, ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം പോകുന്നത്. ഓക്കെ, പക്ഷെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ടൈം അവന് വലിയ ധാരണകളൊന്നും ഉണ്ടായിരിക്കില്ല അതിനെപ്പറ്റി. ഓക്കെ, ഇത് എന്ത് ആക്ടിവിറ്റി ആണെന്ന് പോലും ചിലപ്പോൾ ആ കുട്ടി അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പറഞ്ഞു അഡൾട്ടിനെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് അഡൾട്ടിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന്, അല്ലെ? പക്ഷെ ഒരു കുട്ടിക്ക് അറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ആ കുട്ടി ചിലപ്പോൾ അവന്റെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ട്രൈ ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിലായിരിക്കാം. ഓക്കെ, അപ്പൊ അവനത് എന്താ പറയുന്നത് കോൺഷ്യസ് ഓക്കെ, അവനത് അറിഞ്ഞല്ല ചെയ്യുന്നതെങ്കിലും പലതരം കഴിവുകൾ അവൻ നേടിയെടുക്കുന്നുണ്ട്, അല്ലെ? ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലതരം കഴിവുകൾ അവൻ നേടിയെടുക്കുന്നുണ്ട്, അല്ലെ? ചിലപ്പോ റീഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ എന്തായിരിക്കാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കുന്നുണ്ട്. ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കണക്ട് ദ ഡോട്ട്സ് ആണെങ്കിലും അതിന് നമ്പേഴ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലെ? അവന്റെ കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പറഞ്ഞു? നോളജ്, അല്ലെ? പേഷ്യൻസ് വർദ്ധിക്കും, പെൻ ഹോൾഡ് ചെയ്യാൻ പഠിക്കും. പേഷ്യൻസ് കൂടുന്നുണ്ട്. അങ്ങനെ ഓക്കെ, അങ്ങനെ പലതരം ഇന്റേണലി പലതരം ഡെവലപ്മെന്റ് ആ കുട്ടിക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ഈ സ്ലോ പ്രോസസ്സിൽ ആ കുട്ടി എന്ത് ചെയ്യും? ആഫ്റ്റർ എ വൈൽ, കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ എങ്ങനെയാവും? ആ ആക്ടിവിറ്റി അവനത് മാസ്റ്റർ ചെയ്യും. ഓക്കെ, മാസ്റ്റർ ആവും. ഓക്കെ, ഒരു ആക്ടിവിറ്റിയിൽ അവന് മാസ്റ്റർ ചെയ്യാൻ കഴിയുന്നു. ഇത്രയും ക്ലിയർ ആണോ? റിപ്പീറ്റേഷൻ ക്ലിയർ ആണോ? ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവനത് മാസ്റ്റർ ചെയ്യുന്നുണ്ട്. ആണോ? നമ്മളൊരു ആക്ടിവിറ്റി, നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലെന്താവും? പറയൂ. നമുക്കത് മാസ്റ്റർ ചെയ്യാൻ കഴിയും, അല്ലേ? അതെ മാം. എന്താരും റെസ്പോണ്ട് ചെയ്യാത്ത? നമ്മളത് നല്ല എക്സ്പെർട്ട് ആവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ. നമ്മളതിൽ എക്സ്പെർട്ട് ആവുമോ? അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയൂ. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്ന ആള് ഡെയിലി ഒരു എന്താ ഷീജയ്ക്ക് എനി ഡൗട്ട്? എനി ഡൗട്ട്? ഇല്ല മാം, ഞാൻ അറിയാതെ മാം കുക്കിംഗ് ആയാലും നമ്മൾ ചെയ്തല്ലേ നമ്മുടെ ഇതാവുന്നേ. ഒന്നുകൂടെ പറയാവോടാ? ക്ലിയർ ആയില്ലടാ. കുക്കിംഗ് ആയാലും നമ്മൾ ഒരുപാട് ചെയ്തല്ലേ നല്ല. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. നമ്മൾ കുക്കിംഗ് അല്ലേ ഒന്നും കറക്റ്റ് ആവത്തില്ല, പിന്നെ ചെയ്ത് എല്ലാം ശരി. ചിലപ്പോ ഉപ്പുണ്ടാവില്ല, അല്ലെ? ചിലപ്പോ എരിവുണ്ടാവില്ല, കൂടി പോകും.
അതെ അതെ. ഡ്രൈവിംഗ് പഠിക്കുമ്പോ അതുപോലെ തന്നെയല്ലേ, നമുക്ക് ആദ്യം ഒരു ഇതുണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇമ്പ്രൂവ് ആവണത്. അഞ്ജു ഒന്നുകൂടി പറയാമോ? വൺസ് മോർ അഞ്ജു. നമ്മ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോ ഫസ്റ്റ് ടൈം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് കഴിഞ്ഞ് നമ്മ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണല്ലോ അത് ശരിയാവുന്നത്. അതെ, ഡ്രൈവിംഗ്. ഓക്കെ, ഡ്രൈവിംഗിന്റെ കേസിൽ ഓക്കെയാണ്. കുക്കിംഗ് അതേപോലെ പിന്നെ എന്തൊക്കെയാണ്? ലാംഗ്വേജ് ഇംപ്രൂവ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മള് ഡെയിലി കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിലൂടെയാണ് നമ്മൾ എക്സ്പെർട്ട് ആവുന്നത് അല്ലേ? പിന്നെ എങ്ങനെയാണ്? ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് മുബീന കണ്ടിന്യൂ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് ആദ്യം കുറേശ്ശെ അത് വായിക്കുക, പിന്നെ അതിലും തെറ്റുകൾ തിരുത്തി വീണ്ടും അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുപോലെ സംസാരിക്കുക, ഒരാളോട് നമ്മൾ എന്തെങ്കിലും കുറച്ച് സമയം സംസാരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ് മുബീന. ദെൻ കുഞ്ഞുകുട്ടികൾ ഇങ്ങനെ നടന്നു തുടങ്ങുന്ന ടൈമില് ഫസ്റ്റ് ഒക്കെ അവർക്ക് ഭയങ്കര ഇതായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നടന്നാണ് അവര് ശീലാവണത്. അതെ, വീണും പിന്നെ എഴുന്നേറ്റൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ഇത് ഉണ്ടാവും അവർക്ക്, പിന്നെ പതുക്കെ പതുക്കെ. അതെ, സ്ലോ കലാപരം പ്രോസസ് ആണ് അതല്ലേ? പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാം സ്ലോ പ്രോസസ് ആണ്. അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ടൈം എടുത്ത് സ്ലോലിയാണ് നമ്മളത് റിപ്പീറ്റേഷനിലൂടെയാണ് നമ്മളതിൽ എക്സ്പെർട്ട് ആകുന്നത്. ദെൻ ഇനി അത് any other examples? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റ് കുട്ടികൾക്ക് ക്ലിയർ ആയി. ടേബിൾസ് ഒക്കെ പഠിപ്പിക്കില്ലേ, ഗുണനപ്പട്ടിക? ഫസ്റ്റ് ഡേ അവർക്ക് കാണുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ കിട്ടും. ഡെയിലി പ്രാക്ടീസ് ചെയ്താണ് കുട്ടികൾ അത് ബൈ ഹാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ റിപ്പീറ്റേഷൻസിലൂടെയാണ് നമ്മൾ എക്സ്പെർട്ട് ആവുന്നത്. ഒരു കാര്യം മാസ്റ്റർ ചെയ്യുന്നത് റിപ്പീറ്റേഷനിലൂടെയാണ്. ആ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? അല്ലെ? ഫസ്റ്റ് സ്റ്റേജ് ആണ് റിപ്പീറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിലാണ് സെൽഫ് ഡിസിപ്ലിൻ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? റിപ്പീറ്റേഷൻ. ഓക്കെ, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലൊരു കാര്യം പറയട്ടെ. അപ്പൊ ആ കുട്ടി നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ കണക്ട് ദ ഡോട്ട്സ് പറഞ്ഞു അല്ലേ? അപ്പൊ അതിൽ ആ കുട്ടി അത് സ്ലോലി ആണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവൻ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അവനത് ആ പസിൽസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ആ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കും. എന്താണ്? എന്ത് കാര്യം മനസ്സിലാക്കണേ? ഗുഡ് തിങ്സ് ടേക്സ് ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടാൻ തയ്യാറാകുന്നു അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? അത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും. ഓക്കെ, പല തിരിച്ചറിവുകളും ഒരു കുട്ടി ഇതിലൂടെ നേടുന്നുണ്ട്. പലതരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ പല തിരിച്ചറിവുകളും കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോ അഡൽട്ടിനെ സംബന്ധിച്ച് ചെറിയ കുട്ടിയുടെ ഒരു അച്ചീവ്മെന്റ് ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ നമ്പേഴ്സ് പഠിക്കുന്നതായിരിക്കാം. അഡൽട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അതെന്താണ്? അവന്റെ ചെറിയൊരു അച്ചീവ്മെന്റ് ആണ്, ചെറിയൊരു നേട്ടം മാത്രമാണ്. പക്ഷെ കുട്ടിക്ക് എങ്ങനെയാണത്? കുട്ടിയെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ഓരോ മൈൽ സ്റ്റോണും എങ്ങനെയാണ്? ഓരോ അച്ചീവ്മെന്റും എങ്ങനെയാണ്? ആസ് എ ചൈൽഡിന് എങ്ങനെയാണ്? വലുതായിരിക്കും. ഗ്രേറ്റ്. അവനത് ഗ്രേറ്റ് ആണ്, വലിയൊരു കാര്യമാണ് അവൻ ചെയ്തത് അല്ലേ? അവൻ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കാം അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അവന് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പല അറിവുകളും അവൻ അതിലൂടെ നേടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അവൻ നേരത്തെ പറഞ്ഞു അവന്റെ പേഷ്യൻസ് അല്ലെ, പലതരം പേഷ്യൻസ്, പലതരം ഇമോഷൻസിലൂടെ ആ കുട്ടി കടന്നു പോകുന്നുണ്ട് ആ സമയത്ത്.
നമ്മൾ പറഞ്ഞു നേരത്തെ കുട്ടികൾ എങ്ങനെയാണ് സ്ലോ പ്രോസസ്സിലൂടെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം എടുക്കും കുട്ടികൾക്ക്. മുതിർന്നവരെ പോലെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ കുട്ടിക്ക് ധാരാളം നല്ല രീതിയിൽ പേഷ്യൻസ് ഉണ്ടായിരിക്കണം, ക്ഷമ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ അവന്റെ പല ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ ആ കുട്ടി പഠിക്കുന്നുണ്ട്. അവന്റെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആ കുട്ടി പഠിക്കുന്നുണ്ട് അല്ലെ. അതിലൂടെ മാത്രമാണ് ആ കുട്ടിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവന്റെ പേഷ്യൻസിനെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവനത് അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകും അല്ലേ. അത് കംപ്ലീറ്റ് ആക്കോ ടാസ്ക്? അവന്റെ ഇമോഷൻസിനെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അവന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അഡൾട്ടിന് എങ്ങനെയാണ്? അഡൾട്ടിന് ഫേവർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അവനത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലെ. നമ്മളിപ്പോ ചിലപ്പോ കിച്ചണിൽ നിൽക്കുമ്പോൾ കുട്ടികൾ വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ നമുക്ക് ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ ടെമ്പർ എങ്ങനെയാവും? ഹൈ ആവും അല്ലെ. ചിലപ്പോ നമ്മുടെ ചൈൽഡിനെ അപേക്ഷിച്ച് അഡൽട്ടിന് സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ്? റൈറ്റ് ആണോ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അഞ്ജു അഞ്ജു അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ പറഞ്ഞു ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ നമ്മളിപ്പോ കിച്ചണിൽ അല്ലെങ്കിൽ ഓക്കെ കണ്ടിന്യൂ അഞ്ജു. എന്തെങ്കിലും ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ചെറിയ എക്സ്പീരിയൻസ്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയില്ലോ, ഒന്നുകൂടെ പറഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലിയർ ആയില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചത്. ഓക്കെ, ക്ലിയർ ആണ് അഞ്ജു? നേരത്തെ പറഞ്ഞില്ലേ ചെറിയ കുട്ടികളുടെ വീടുകളിലാണെങ്കിൽ കുട്ടികൾക്കാണോ? അല്ലല്ല, നമുക്ക് ആസ് എ മദർ അല്ലെങ്കിൽ പാരന്റ് എന്ന നിലയിൽ. ഓക്കെ, എന്താ ഉദ്ദേശിച്ചത്? കുട്ടികളോടുള്ള എന്തെങ്കിലും ബിഹേവിയർ ആണോ? അതെ, കുട്ടികളോടുള്ള ബിഹേവിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോന്ന്? ഓക്കെ, ക്ലിയർ ആണോ ഇപ്പോ? മനസ്സിലായി. അത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ അതാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ കുഞ്ഞായിരിക്കുമ്പോ മോള് തൊട്ടിലിൽ കിടക്കായിരുന്നു. അപ്പോ എണീറ്റ് വന്നിട്ട് മോള് അത് പിന്നെ താഴെ വാതില് ഡോറ് കുറ്റിയിട്ടു. ആ സമയത്ത് നമുക്ക് തുറക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഫൈബറിന്റെ ഡോറായിരുന്നു താൽക്കാലിക റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ കുട്ടി അവൾക്ക് തുറക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ കുറ്റിയിട്ടോണ്ട് ഒരേ കരച്ചില്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആകെ എന്താ ചെയ്യേണ്ടതെന്നുള്ള. പിന്നെ പെട്ടെന്ന് അടുത്ത വീട്ടിലത്തെ വന്നിട്ട് പെട്ടെന്ന് ഡോറ് തല്ലി ഇതായിട്ട് പെട്ടെന്ന് ഫൈബർ ആയതുകൊണ്ട് വേഗം തുറക്കാൻ പറ്റി. മരത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താൽക്കാലിക വീടിരുന്ന സമയത്ത് അങ്ങനെ റൂമുകൾക്ക് ഫൈബറിന്റെ ഡോറൊക്കെ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു പെട്ടെന്ന് എന്താ കുട്ടി മരത്തിന്റെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫൈബർ ആയതുകൊണ്ട് നമുക്കത് തല്ലി തുറക്കാൻ പറ്റി. അതൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം. ഉണ്ടോ? എല്ലാവരും ഉറങ്ങിയോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല.
Yes. ഹലോ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം മാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. മാം, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. എനിക്ക് ഒരു വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ആ സമയം അത് എനിക്ക് ക്യാൻസർ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ആ സമയത്ത് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഡെസ്പായി. കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഈ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി പോയി. ഞാൻ ഒരു ദിവസം ഫുള്ള് കതകടച്ച് മുറിക്കാത്തിരുന്ന് കരഞ്ഞു ഒരു ദിവസം മൊത്തം എൻ്റെ വിഷമം ഞാൻ തീർത്ത്. പിന്നെ എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഡിപ്രഷൻ അടിച്ച ഒരു സമയമായിരുന്നു അത്. പിന്നെ എനിക്ക് കൗൺസിലിങ്ങിലൂടെയും പിന്നെ നല്ല നല്ല ഡോക്ടേഴ്സിന്റെ അഡ്വൈസിലൂടെയൊക്കെ എനിക്കത് പിന്നെ മൈൻഡ് ഒന്ന് മാറി. ഇപ്പൊ ഞാൻ ഓക്കെ ആണ്, ഞാൻ റിക്കവർ ആണ്. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു സംഭവമാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ കുറച്ച് ദിവസങ്ങൾ. ഭയങ്കരമായിട്ട് തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു അത്. മാം കേട്ടായിരുന്നോ? ഓക്കെ ഷിജ, ഇപ്പൊ ഷിജ തിരിച്ചു വന്നില്ലേ? യെസ് മാം, ഞാനിപ്പോ ഓക്കെ ആണ്. എനിക്കിപ്പം ഫോളോ അപ്പ് വെരി ഗുഡ് മാത്രമേ വെരി ഉള്ളൂ. ഗുഡ്. 5 വർഷത്തേക്ക് എനിക്ക് ഫോളോ അപ്പ് ഉണ്ട്, ചെക്കപ്പ് ഉണ്ട്. നമുക്ക് 3 ഇതേപോലെ മാസം വേഴ്സ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകേണ്ടി വരും എല്ലാവരും അല്ലേ? നമുക്കത് അതെ അതെ. ഓവർകം ചെയ്യണം. ഓക്കെ ഓക്കെ ഷിജ. ഓവർകം ചെയ്യൂ, മൈൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കൂ, എല്ലാം ശരിയാവും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക് ജീവിതത്തിൽ. എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഷിജ. ഓക്കെ, അപ്പൊ നമുക്ക് പല ടൈമിലും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു കുട്ടി അവന്റെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത് അവന്റെ പല ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആയോ? നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആണ്. Any doubt? No, ma'am. Okay, clear അല്ലേ ആ പോയിന്റ്? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, എന്താണ് സെൽഫ് ഡിസിപ്ലിൻ? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു റെപ്പിറ്റേഷനിലൂടെ കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഗ്രാജുവലി അവൻ കടക്കുന്നത് ഏത് സ്റ്റേജിലോട്ടാണ്? സെക്കൻഡ് സ്റ്റേജിലോട്ടാണ്. റെപ്പിറ്റേഷനിലൂടെ പലതരം അറിവുകൾ നേടിയ ആ കുട്ടി അവന്റെ സെക്കൻഡ് സ്റ്റേജ് ആയ സെൽഫ് ഡിസിപ്ലിനിലോട്ട് കടക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ആക്ടിവിറ്റിയിലൂടെ കുട്ടി സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നത്? ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യാനായിട്ട്? ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഹലോ, തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്ത് പഠിക്കുമ്പോ അവരത് സെൽഫ് ഇതാകും. ഹലോ, പറഞ്ഞോളൂ അഞ്ജു. എന്താണ് ക്ലിയർ ആയില്ലടാ? അവര് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യം ചെയ്ത് പഠിക്കുമ്പോ അവര് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ സ്വയം ഡിസിഷൻ എടുക്കാൻ പഠിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, എല്ലാം ചോയ്സ് ചെയ്യാനുള്ള, സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഏത് ഡിസിഷൻ എടുത്താലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അവന് തന്നെയാണ്. ഓക്കെ, അപ്പോ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ് അവൻ നേടുന്നുണ്ട് അതിലൂടെ. റൈറ്റ് ആണോ? പിന്നെ എന്തൊക്കെ നേടുന്നുണ്ട്? എങ്ങനെയാണ് സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ ക്ലാസ്സിലാണോ ഈ ബാച്ചിലാണോ എന്ന് അറിയില്ല, നമ്മളൊരു പോറിംഗ് ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജഗ്ഗിൽ നിന്നും വാട്ടർ പോർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഈ ക്ലാസ്സിലായിരുന്നോ? അറിയില്ല മാം. ഇല്ല മാം. ഓക്കെ, ജഗ്ഗിൽ നിന്നും ഒരു വാട്ടർ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഓക്കെ,
ആ ടൈമിൽ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നേടുന്നത്? ആ വാട്ടർ ഒഴിക്കുമ്പോൾ താഴെ പോകാതെ ശ്രദ്ധിക്കണം. ഓക്കെ, കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവുന്നുണ്ട്. ആ ഗ്ലാസ്സിലോട്ട് തന്നെ വാട്ടർ നിറക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഇപ്പൊ വെള്ളം ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ താഴെ വീണാൽ എന്ത് ചെയ്യണം? വൈപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ പോറിംഗ് ആക്ടിവിറ്റിയിലൂടെ പലതരം കഴിവുകൾ അവൻ നേടിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ടാസ്കിന് ശേഷം മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നതിന് മുൻപ് എടുത്ത മെറ്റീരിയൽസ് എല്ലാം തിരികെ ബാക്ക് ടു ഷെൽഫിലോട്ട് വെക്കാനായിട്ട് അവൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനുള്ള കഴിവും അവൻ നേടിയിരിക്കണം. ഓക്കെ, ഇത്തരത്തിലൂടെ അവൻ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നേടുന്നത്? പിന്നെ തിങ്കിങ് ഉണ്ടോ? നേരത്തെ ചെയ്ത ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് തിങ്ക് ചെയ്യും അത് വീണ്ടും നോക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലായിരുന്നു. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ടിൽ. എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്ക് വരുവാണ്. ഒന്നുകൂടെ പറയാമോ? ശരണ്യ, ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ കുട്ടിക്ക് വരും. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്നുണ്ട് കുട്ടിക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെന്താണ്? ശരണ്യ എന്തായിരുന്നു പറഞ്ഞത്? ശരണ്യ അല്ല മാം കേൾക്കുന്നില്ലെന്ന് പറയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? അന്നേരം എന്താ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, അതാ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടി സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എടുത്ത മെറ്റീരിയൽസ് തിരികെ വെക്കാനായിട്ട് അവൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ടിവിറ്റി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഒരു തിങ്സ് അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയൽസ് അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് തിരികെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ വെക്കണം. പിന്നെന്തൊക്കെയാണ്? അപ്പൊ ഇത്തരത്തിലുള്ള അറിവുകൾ ആ കുട്ടി ഒരു ആക്ടിവിറ്റിയിലൂടെ നേടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് ഒരു അൺകോൺഷ്യസ്നെസ് സ്റ്റേജ് ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. സെക്കൻഡ് എങ്ങനെയാണ്? സെക്കൻഡ് സ്റ്റേജ് ഫ്രം അൺകോൺഷ്യസ്നെസ് ടു കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുകയാണ് ആ കുട്ടി. ഓക്കെ, അവന് തിരിച്ചറിവുകൾ വരികയാണ് സെക്കൻഡ് സ്റ്റേജില്. ഫസ്റ്റ് സ്റ്റേജിൽ ചിലപ്പോ അവന്റെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കാം ആ കുട്ടി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ എങ്ങനെയാണ്? അവന് പ്രോപ്പർ ആയിട്ടുള്ളൊരു എയിം ഉണ്ട്, ഒരു റീസൺ ഉണ്ട് ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ക്ലിയർ ആയോ? സെൽഫ് ഡിസിപ്ലിൻ ആക്ടിവിറ്റീസിലൂടെ ക്ലിയർ ആയില്ലേ? ഓക്കെ, വൺ മോർ സ്റ്റേജ് ഇസ് ദേർ. ലാസ്റ്റ് വൺ ഈസ് ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവനിക്ക് കോൺഫിഡൻസ് കിട്ടുകയാണ്. കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. ഓക്കെ, കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ അങ്ങനെ പലതരം കാര്യങ്ങൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മോണ്ടിസോറിയിൽ എങ്ങനെയാണ് 3 സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? റെപ്പിറ്റേഷൻ ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ. ആൻഡ് തേർഡ് സ്റ്റേജ് ഈസ് ഒബീഡിയൻസ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മതിയോ? Okay, ma'am. Thank you. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. ക്ലാസ് വിടുമ്പോ കുട്ടികൾക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഓക്കെ മാം, താങ്ക് യു. ഗുഡ് നൈറ്റ്.